ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആഫ്റ്റർ എഫക്ട്സിലുള്ള അതേ രീതിയിലുള്ള ഗ്ലിച്ച് എഫക്ട്സ് നമുക്ക് എങ്ങനെ നമ്മുടെ ഫോണിൽ, അതായത് നമ്മുടെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS ഫോണിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് Funimate എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. സോ Funimate എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവിടെ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ Funimate എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പക്ക അടിപൊളിയായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളൊരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ നിങ്ങളൊരു iOS, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് Funimate എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ. സോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ഗ്ലിച്ചസ് ഒക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ Funimate എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അടിയിലായിട്ട് നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാം. സോ അതിൽ നടുവത്തെ ഓപ്ഷൻ എഡിറ്റ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം നിങ്ങളൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഫോട്ടോ ആഡ് ചെയ്യാം. സോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്ലാങ്ക് ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങളോട് ഒരു ഫോർമാറ്റ് ചോദിക്കും, ഒരു റേഷ്യോ ചോദിക്കും. സോ 9:16 ഉണ്ട്, 1:1 ഉണ്ട്, 16:9 ഉണ്ട്. ഏത് റേഷ്യോ ആണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇവിടെ 1:1 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക, ചെറിയ വ്യത്യാസങ്ങൾ അലൈൻ മോഷൻ വെച്ച് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ, കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലാവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മൾ ആദ്യം ഈ ഒരു ബ്ലാങ്ക് ഇമേജ് ഇമ്പോർട്ട് ചെയ്താൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റേഷ്യോ ഒരു ഡ്യൂറേഷന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ ചെയ്യാനായതുകൊണ്ട് തന്നെ ഞാനൊരു 10 സെക്കൻഡ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഞാനൊരു 10 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഇമേജസും ഫോട്ടോസും മ്യൂസിക്സ് എല്ലാം ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ മ്യൂസിക്സ് ഇമ്പോർട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് മ്യൂസിക്സ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇമ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഗ്ലിച്ച് എഫക്റ്റ് കാണിച്ചു തരാം. സോ 3 ടൈപ്പ് ഓഫ് ഗ്ലിച്ച് എഫക്ട്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ ഗ്ലിച്ച് ഒരു ഈസി മെത്തേഡാണ്. നിങ്ങൾക്ക് ആ ഒരു ഗ്ലിച്ചസ് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് അതിൽ സെറ്റിങ്സിലോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഡീഫോൾട്ടായിട്ട് നമ്മൾക്ക് അവർ തരുന്ന ഗ്ലിച്ചസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻസ് വരുന്നത് നമുക്ക് സാധാരണ അലൈൻ മോഷനിലും എങ്ങനെയാണോ നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് ഗ്ലിച്ച് എഫക്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. സോ അത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രീൻ സ്ക്രീൻ വഴിയുള്ള ഓവർലേസ് കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഗ്ലിച്ച് എഫക്ട്സിൻ്റെ. സോ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ 2 ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ അതിനായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ബട്ടൺ കാണാനായിട്ട് പറ്റും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ജസ്റ്റ് 2-3 ഇമേജസ് എല്ലാം ആഡ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു ഇമേജാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുശേഷം ഞാൻ ആ ഒരു ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ബിഗിനിങ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാനൊക്കെ സാധ്യതയുണ്ട്. സോ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ജസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് സാധാരണ മൂവ് ആൻഡ് ട്രാൻസ്ഫോം വഴി എങ്ങനെയാണ് നമുക്ക് സ്കെയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ അതിനായിട്ട് നിങ്ങൾക്ക് അടിയിലായിട്ട് കീ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ആദ്യമേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കെയിലും റൊട്ടേഷൻസും കാണാനായിട്ട് പറ്റും. ഒപ്പാസിറ്റി ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. സോ ഞാനിവിടെ സ്കെയിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോ ഇവിടെ സ്കെയിലായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ആ ഒരു ഡീഫോൾട്ടായിട്ട് വരുന്ന കാര്യങ്ങൾ, ഡീഫോൾട്ടായിട്ട് വരുന്ന ഗ്ലിച്ചസ് ഏതാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾക്ക് എഫക്റ്റ് മിക്സ്, ആ ഒരു കീ ഫ്രെയിമിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ നിങ്ങൾക്ക് എഫക്റ്റ് മിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ ജസ്റ്റ് അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് കാറ്റഗറീസ് കാണാൻ പറ്റും. സോ ഇതിൽ നിങ്ങൾക്ക് ഗ്ലിച്ച് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് തരത്തിലുള്ള ഗ്ലിച്ചസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്ലിച്ച് ഏതെന്ന് വെച്ചാൽ VHS എന്ന് പറയുന്ന ഈ ഒരു ഗ്ലിച്ചാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഗ്ലിച്ച്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഗ്ലിച്ച് ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ആഡ് ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ടൈം ലൈൻ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഗ്ലിച്ച്
ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്ലിച്ച് നമ്മുടെ വീഡിയോയിലോട്ട് ഇമ്പോർട്ടായിട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എത്ര ടൈം എത്ര ഡ്യൂറേഷനിൽ ഈ ഒരു ഗ്ലിച്ച് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഭാഗത്തെല്ലാം ഈ ഒരു ഗ്ലിച്ച് വരാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഡീഫോൾട്ടായിട്ട് തന്നെ ഈ ഒരു ഗ്ലിച്ചിനെയാണ് നമുക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു ഗ്ലിച്ച് ഉണ്ടാവുക. ഓക്കെ ഫൈൻ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഗ്ലിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അൺടു ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഗ്ലിച്ച് പോവുകയും ചെയ്യും. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എഫക്റ്റ് പോലെ നമുക്ക് ഇതിലോട്ട് ഗ്ലിച്ച് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു കാറ്റഗറി കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സോ അതിനായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ അടിയിലായിട്ട് കീ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് എഫക്റ്റ് എന്ന് നിങ്ങൾക്ക് അടിയിലായിട്ടൊരു 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ആഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആദ്യമേ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ അലൈൻ മോഷനിലൊക്കെ എങ്ങനെയാണോ എഫക്റ്റ് ആഡ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിച്ച് എന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറീസ് കാണാൻ പറ്റും. സോ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിലായിട്ട് നിങ്ങൾക്ക് ഗ്ലിച്ച് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിലായിട്ട് നിങ്ങൾക്ക് 10 എഫക്ട്സ് നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റായിട്ടുള്ള ഒരു ഗ്ലിച്ചസ് ഏതാണെന്ന് ചോദിച്ചാൽ ക്രോസ് ഗ്ലിച്ചും ഉണ്ട്, ഗ്ലിച്ചിഫൈ എന്ന് പറയുന്നതുകൊണ്ട്, പിന്നെ പിക്സൽ സോർട്ടറും ഉണ്ട്. സോ ഇതെല്ലാം ആഫ്റ്റർ എഫക്ട്സിലുള്ള അതേ രീതിയിലുള്ള എഫക്ട്സ് ആണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു BCC ക്രോസ് ഗ്ലിച്ച് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഫ്റ്റർ എഫക്ട്സിലുണ്ട്. അതിൻ്റെ സെയിം കോപ്പി എന്ന് വേണം പറയാനായിട്ട് പറ്റും. അതേപോലുള്ളൊരു എഫക്റ്റാണ് ക്രോസ് ഗ്ലിച്ച് എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ്. പിന്നെ ഗ്ലിച്ചിഫൈയും BCC എന്ന് പറയുന്ന ഒരു ആഫ്റ്റർ എഫക്ട്സിലുള്ളൊരു പ്ലഗിനാണ്. അപ്പോൾ അതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിക്സൽ സോർട്ടറും ആഫ്റ്റർ എഫക്ട്സിലുള്ളൊരു പ്ലഗിനാണ്. അതും കറക്റ്റായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് എനിക്ക് ഈ ഒരു 3 എഫക്ട്സിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ക്രോസ് ഗ്ലിച്ചാണ്. കാരണം അതിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ആഫ്റ്റർ എഫക്ട്സിലുണ്ട്. സോ ഞാൻ ജസ്റ്റ് ആ ഒരു ക്രോസ് ഗ്ലിച്ച് ജസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യണം. സോ ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു ക്രോസ് ഗ്ലിച്ച് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള 4 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇൻറ്റൻസിറ്റി ഉണ്ട്, ജിറ്ററും ഉണ്ട്, സ്പീഡും ഉണ്ട്, റാൻഡം ഉണ്ട്. സോ ഇൻറ്റൻസിറ്റി എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ചെറുതായിട്ട് ഈ ഒരു ഗ്ലിച്ച് വരുന്നുള്ളൂ. സോ ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കും തോറും ആ ഒരു ഗ്ലിച്ചിൻ്റെ കാര്യങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? സോ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അധികം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ക്രോസ് ഗ്ലിച്ച്. സോ ജിറ്റർ എന്തിനാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു അടിയിലായിട്ട് തന്നെ ഒരു ചെറിയ ഒരു എന്തൊക്കെയോ രീതിയിൽ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ? ഇപ്പോൾ ജസ്റ്റ് എന്തോ രീതിയിൽ നമ്മുടെ ഗ്ലിച്ച് വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ സാധാരണ ഞാനത് ഒരു 10 എന്ന് പറയുന്ന സംഭവത്തിലാണ് ഇട്ട് കൊടുക്കാറ്. സോ ഞാൻ ജസ്റ്റ് 10 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ജിറ്റർ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്തോ ഒരു ക്വാളിറ്റി പോയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ജിറ്റർ ഞാൻ ജസ്റ്റ് 10 ഇട്ട് കൊടുക്കാറാണ്. പിന്നെ സ്പീഡിൻ്റെ കാര്യം ഇതിലിപ്പോൾ ഡീഫോൾട്ടായിട്ട് വരുന്നത് 10 സോ മാനുവലായിട്ട് തന്നെ ഞാൻ കൊടുക്കാറ് ഒരു 15 ഞാൻ കൊടുക്കാറ്. സോ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ വീഡിയോയുടെ സോഫ്റ്റ് ആണോ ബാഡാസ് ആണോ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതേ രീതിയിൽ നിങ്ങൾ ഗ്ലിച്ചൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ റാൻഡം ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ളൊരു കൺട്രോളാണ്. എവിടുന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഗ്ലിച്ച് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ളൊരു സംഭവമാണ് ഈ ഒരു റാൻഡം എന്ന് പറയുന്ന സംഭവം. പിന്നെ ഫില്ല് എപ്പോഴും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് മോഷൻ ബ്ലറൊക്കെ രീതിയിൽ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. സോ നമ്മൾ ആ ഒരു എഫക്റ്റ് ആ ഒരു BCC ക്രോസ് ഗ്ലിച്ച് എന്ന് പറയുന്ന എഫക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരാം. സോ ജസ്റ്റ് ഈ ഒരു ഗ്ലിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് BCC ക്രോസ് ഗ്ലിച്ചിൽ തന്നെ RGB എഫക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീ ഫ്രെയിമിൽ പോയിട്ട് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളിവിടെ RGB എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് RGBs കാണാൻ പറ്റും. സോ ഇതിൽ ജസ്റ്റ് ഞാനിപ്പോൾ RGB സ്പ്ലിറ്റ് എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ട്. ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഓഫ് സെറ്റ് എടുത്തിട്ട് ചെറുതായിട്ട് ഒരു 3 2 1 ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കളറാണ് ബ്ലൂ ഉണ്ട്, ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. ഞാൻ ജസ്റ്റ് ബ്ലൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ റെഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ അതൊക്കെ. ഓക്കെ. സോ ഇതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഇത് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരുപാട് എഫക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഗ്ലിച്ചിനായിട്ടുള്ള ഈ ഒരു 2 എഫക്റ്റാണ്. അതായത് ക്രോസ് ഗ്ലിച്ചും പിന്നെ RGB എഫക്റ്റുമാണ് വരുന്നത്. ജസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്ലേ ചെയ്ത് തന്നെ നല്ല ഭംഗി ഉണ്ടാവും നിങ്ങളുടെ വീഡിയോസ് കാണാനായിട്ട്. ഓക്കെ. സോ അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ അതിനായിട്ട് തന്നെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ ഒരു എക്സ്പോർട്ട് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിന്മേൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ് ടു ഫ്യൂണിമേറ്റും ഉണ്ട്, സേവ് ടു പ്രൈവറ്റ് പ്രോജക്ട്സും ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സേവ് ടു പ്രൈവറ്റ് പ്രോജക്ട്സ് ക്ലിക്ക് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഫ്യൂണിമേറ്റിലോട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിഷ് ടു ഫ്യൂണിമേറ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ സേവ് ടു പ്രൈവറ്റ് പ്രോജക്ട്സ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്.
ഓക്കെ, സോ നിങ്ങൾക്ക് അടിയിലായിട്ട് തന്നെ സേവ് ടു ഗാലറി ഉണ്ട്, പിന്നെ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ട് റെസൊല്യൂഷൻ വരുന്നത് 4K വരെ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ 720p എക്സ്പോർട്ട് ചെയ്യുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1080p എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രെയിം റേറ്റ് വരുന്നത് 50 ഉണ്ട്, 60 ഉണ്ട്, 30 ഉണ്ട്, 25 ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലും വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ 1080p 30 fps എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ ജസ്റ്റ് നിങ്ങളിവിടെ ഡൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രേ വരുന്നുള്ളൂ. സോ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്രോസ് ക്ലിച്ച് കാര്യങ്ങൾ, ആഫ്റ്റർ എഫക്ട്സിലുള്ള അതേ ക്രോസ് ക്ലിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആൻഡ്രോയിഡിൽ നിങ്ങളുടെ ഫോണിലും ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവരും മാക്സിമം ഈ ഒരു ഫ്യൂണിമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ഫ്യൂണിമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അവിടെ പോയിട്ട് എന്തായാലും ഈ ഒരു ഫ്യൂണിമേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.